അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. സാരാമോണിക് എയർ വയർലെസ് മൈക്രോഫോണിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ടെസ്റ്റാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ അത്യാവശ്യം കാക്കകളുടെയും വണ്ടികളുടെയും ചർച്ചിൽ പ്രേയുള്ള സൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ആംബിയൻ നോയ്സ് ആവശ്യത്തിനുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ FPV ഡ്രോൺസ്, നമ്മൾ സാധാ DJ ഡ്രോൺസ് വെച്ച് ഫ്ലൈ ചെയ്ത് അടുത്ത് നിർത്തുമ്പോൾ എത്രത്തോളം എൻ്റെ വോയിസ് കിട്ടുന്നുണ്ട്, എത്രത്തോളം വോയിസ് കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ FPV ഡ്രോൺ. ഇപ്പം ലെവൽ 0-ലാണ് കിടക്കുന്നത്, അതായത് നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, റെഡി, ആയിട്ടുണ്ട്. 3, 2, 1 ഗോ. ഞാൻ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇപ്പം സൗണ്ട് ഏകദേശം നല്ല രീതിക്ക് നോയ്സ് ഉണ്ടായിരിക്കും. ഡ്രോൺ ഇപ്പോൾ എൻ്റെ ബാക്കിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ നോയ്സ് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 1 ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമുക്ക് ഡ്രോൺ ലോഞ്ച് ചെയ്യാം. ആം ചെയ്തിട്ടുണ്ട്. 3, 2, 1 ഗോ. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ അപേക്ഷിച്ച് വോയിസ് കുറവായിരിക്കും, അത്രയും നോയ്സ് വരത്തില്ല. ഇപ്പം ഡ്രോൺ അതിൻ്റെ ബാക്കിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോയ്സ് കുറവായിട്ടായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, അടുത്ത ലെവൽ 2-ലോട്ട് പോവാം. ഗോ. ഓക്കെ, ഇപ്പം ഡ്രോൺ എൻ്റെ ബാക്കിൽ കൂടെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. വേറെ നോയ്സ് ഒന്നും കേൾക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമുക്ക് DJ ഡ്രോൺ വെച്ച് നോയ്സ് ക്യാൻസലേഷൻ ടെസ്റ്റ് ചെയ്യാം. ഇത് DJയുടെ Air 3S എന്നുള്ള മോഡലാണ്. ഇപ്പോൾ നമുക്ക് ഡ്രോണിൻ്റെ നോയ്സ് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ റിമോട്ടിൻ്റെ ഒബ്സ്റ്റിക്കൽ സെൻസിൻ്റെ വാർണിംഗ് നോയ്സും കിട്ടുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് ലെവൽ 1-ലോട്ട് പോവാം. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 1 ആണ്. ഇപ്പം ഡ്രോണിൻ്റെ നോയ്സ് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും, റിമോട്ട് വോയിസും കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ലെവൽ 2-ലോട്ട് പോവാം. ഇപ്പം എൻ്റെ വോയിസ് ആയിരിക്കും നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നത്. ഡ്രോണിൻ്റെ നോയ്സ് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, ആംബിയൻസ് നോയ്സ് ഒന്നും ഇല്ലായിരിക്കാം. അപ്പോൾ ഇതാണ് ലെവൽ 2.